ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 1100 കോടി രൂപ. പണത്തിന് പുറമെ ആഭരണങ്ങളും പിടിച്ചെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ അപേക്ഷിച്ച് വൻ വർധനയാണ് ഉണ്ടായത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എന്താണ് ഈ IT വകുപ്പിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? വേണു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ദിവസം മുതൽ മെയ് 30 വരെയുള്ള നടപടി, ആദായ നികുതി വകുപ്പിന്റെ നടപടിയിലാണ് ഈ 1100 കോടി രൂപയുടെ പണവും സ്വർണവും പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് 2019 വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ 182% വർധനവാണ് ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ തുക പിടിച്ചെടുത്തത് ഡൽഹിയിലും കർണാടകയിൽ നിന്നുമാണ്. 150 കോടിയുടെ മുതൽ തമിഴ്നാട് നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. 100 കോടി വീതം ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതിൽ ആദായ നികുതി വകുപ്പ് നൽകുന്ന വിശദീകരണം, വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പണം, ആഭരണങ്ങൾ, മയക്കുമരുന്നുകൾ തുടങ്ങിയവയ്ക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഓരോ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 50 പണം വച്ച് താരതമ്യം ചെയ്യുമ്പോൾ 50,000 രൂപയുടെ മുകളിലുള്ള പണമോ 10,000 രൂപയുടെ മുകളിൽ മൂല്യമുള്ള വസ്തുക്കളോ കൊണ്ടുവരുന്നവരെ അവർക്കെതിരെയാണ് നടപടി. ഇതിൽ കൃത്യമായ രേഖകൾ നൽകുന്നവർക്ക് ഈ തുകയും ഈ അനുബന്ധ വസ്തുക്കളും തിരികെ നൽകാറുണ്ട്. എന്തായാലും അത് ഇല്ലാത്ത, അതായത് അനധികൃതമായിട്ട് ഇത്തരം നടപടികൾ, അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയവർക്കെതിരെയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിലൂടെയാണ് ഈ 1100 കോടി രൂപയുടെ മുതൽ പിടിച്ചെടുത്തതായി ഇപ്പോൾ ആദായ നികുതി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.